പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി അത് അനുഭവിച്ചാലോ അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ എസെക്കിയേൽ പ്രവാചകൻ വചനം ചുരുളുകളെ പോലെ ഭക്ഷിച്ചപ്പോൾ അത് തേനിനേക്കാൾ മാധുര്യം അനുഭവിച്ചു. ഇവിടെ യെശയ്യാ പുസ്തകം 55 അധ്യായത്തിന്റെ 11 വചനത്തിൽ എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയില്ല. വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. മരിച്ചു 4 ദിവസമായി നാറ്റം വമിച്ചു കിടന്ന ലാസറിന്റെ അടുക്കൽ യേശു കർത്താവ് കടന്നു ചെന്നപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, ലാസറെ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. യേശു ഒരൊറ്റ കാര്യം അവരോട് പറഞ്ഞുള്ളൂ, ലാസറിനെ അടക്കിയ കുഴിമാടത്തിന് മുകളിലുള്ള കല്ല് ഒന്നുരുട്ടി മാറ്റണം. അവൻ പറയുന്ന വചനം കേട്ടാൽ മതി. ആ ശബ്ദം വെറുതെ മടങ്ങി വരില്ല, അത്ഭുതമായിട്ടോ മടങ്ങി വരുള്ളൂ. അത് മടങ്ങി വരുന്നത് എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കേണ്ടതിനാണ് മടങ്ങി വരുന്നത്. ഞാൻ അയച്ച കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. ഒരു നല്ലൊരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ വചനം പകർന്നാൽ ആ വചനം മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ അകത്ത് വലിയ ചലനമുണ്ടാക്കും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ചില ഹൃദയബന്ധനങ്ങളൊക്കെ, ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകുന്ന വലിയ അനുഭവത്തിലേക്ക് വരും. കാരണം ദൈവവചനം മാറ്റമില്ലാത്തതാണ്. നമ്മളെ മാറ്റുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. എബ്രായ ലേഖകൻ പറഞ്ഞു, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് കടന്നു ചെന്നാൽ അവിടെ ക്രിയ ചെയ്യും. പാപിയായ ഒരു മനുഷ്യന് ഈ വചനം കടന്നു ചെല്ലുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സൗഖ്യപ്പെട്ട് അനുഗ്രഹം പ്രാപിച്ച് അവനൊരു പുതിയ മനുഷ്യനാക്കി തീർന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കഠിനമായി ഹൃദയമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ കഠിനത മാറ്റുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. മാംസളമാക്കി കൊടുക്കുന്നതാണ് വചനം. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, അത്ഭുതങ്ങളുടെ മേൽ അടയാളങ്ങളുടെ മേൽ ദൈവം ക്രിയ ചെയ്യുന്നവനാണ്. സങ്കീർത്തന പുസ്തകത്തിൽ യഹോവയുടെ ന്യായപ്രമാണങ്ങൾ രാപ്പകൽ ധ്യാനിക്കുന്നവൻ എത്രയോ ഭാഗ്യവാനാണെന്ന് നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വചനമല്ലേ? രാപ്പകൽ ധ്യാനിക്കാൻ എങ്ങനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇന്നും എൻ്റെ അകത്ത് ജീവിക്കുന്ന ദൈവം. ഈ വചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. റോമാലേഖനം 10 അധ്യായത്തിന്റെ 8, 9 വചനം പറയാണ്, വചനം നിനക്ക് സമീപസ്ഥമായിരിക്കുന്നു, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അധരത്തിലും ഹൃദയത്തിലും വചനമുണ്ടെങ്കിൽ, ഹൃദയത്തിലുള്ള വചനം യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഏത് മനുഷ്യനാണോ അവന്റെ മേലേക്ക് വലിയ രക്ഷാനുഭവമാണ് കടന്നു വരുന്നത്. ഈ വചനം ക്രിയ ചെയ്യും. ഇതെവിടെ ചെന്ന് വീഴുന്നുവോ, ഏത് മനുഷ്യന്റെ അകത്തേക്ക് അത് കടന്നു ചെല്ലുന്നുവോ അവിടെ വിടുതലായി, അവിടെ സൗഖ്യമായി, അവിടെ വലിയ മാറ്റമായി, പുതിയ മനുഷ്യനെ രൂപപ്പെടുന്ന അനുഭവം അവിടെ വെളിപ്പെടുകയാ ചെയ്യുന്നത്. അന്ധകാരത്തിന്റെ പ്രവൃത്തി വിട്ട് ആത്മീയ പ്രകാശത്തിന്റെ വഴിയിൽ നടക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ആലോചനയാണ് ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ, ഈ അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലോട് ദൈവം ഇടപെടുന്നത്. ദൈവം ഇടപെടുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. നിന്റെ ആവശ്യം എന്തായിരിക്കട്ടെ, ആവശ്യത്തിന്റെ നടുവിൽ കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം എപ്പോ കേൾക്കുകയാണോ
ആ കേൾക്കുന്ന സമയത്ത് നിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയും എൻ്റെ ആ ആവശ്യങ്ങളുടെ മധ്യേ നീ പ്രവർത്തിക്കുന്നത് എനിക്ക് കണ്ട് അനുഭവിക്കുവാൻ ഇപ്പോഴങ്ങ് ഇടയാക്കണം കർത്താവേ. അങ്ങയുടെ വചനം അത് വെറുതെയല്ല, അത് ആര് കേട്ടാലും ആ കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവിടെ വെറുതെ ഇരിക്കുകയില്ല, പ്രവർത്തിക്കും. എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക സാന്നിധ്യം, ദൈവത്തിന്റെ പ്രവൃത്തി, അഭിഷേകം ഇറങ്ങിച്ചെല്ലട്ടെ. വിടുവിക്കുന്നവന്റെ കരം, അത്ഭുതം ചെയ്യുന്നവന്റെ കരം, സർവശക്തന്റെ പ്രവൃത്തി ഇപ്പോ അവിടെ വെളിപ്പെടട്ടെ. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.